ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഉരുളൻകിഴങ്ങ് മേടിച്ചത് വളരെ കൂടിപ്പോയി. അപ്പോൾ അത് സൂക്ഷിച്ചു വെക്കാനും ഈ സംഭവം ഉപയോഗിക്കും. അപ്പോൾ പെട്ടെന്ന് കുറച്ച് വിരുന്നുകാർ വന്നാൽ നമുക്ക് കുറിക്കാനായിട്ട് ചവക്കാനായിട്ട് ഇതുണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യാം. അത് ഫ്രീസറിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു 6 മാസമൊക്കെ ഇരിക്കും. അപ്പോൾ ആദ്യം ഈ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിരിക്കുക. ഇനി ഇത് അരിയണം. ഫ്രഞ്ച് ഫ്രൈസിന് പറ്റിയ രീതിയിൽ അരിയണം. അപ്പോൾ ഇത് അരിയേണ്ടത് ഈ കലത്തിലാണ്. ഈ കലത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ അരി. അപ്പം അങ്ങനെ ഇത് മൊത്തം അരിഞ്ഞെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ അരിഞ്ഞതിലോട്ട് മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ളത് അരിയുക. അപ്പോൾ നമ്മൾ അത് അരിയേണ്ട രീതിയിലൊക്കെ അരിഞ്ഞെടുത്തിരിക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അങ്ങനെ ഒരു 15 മിനിറ്റ് നേരം കിടക്കട്ടെ വെള്ളത്തിൽ. ഇനി ഇത് 2 മിനിറ്റ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ടിടുക. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഇടുക. രണ്ട് മിനിറ്റ് ഇതിങ്ങനെ തിളക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഇതുപോലത്തെ ഒരു നെറ്റ് ഉപയോഗിച്ച് ഊറ്റണം. അത് ഊറ്റിയെടുത്ത് വെച്ചിരിക്കും. ഇനി നമ്മൾ 2 സെക്ഷനാക്കണം. ഒന്ന് പ്രിസർവ് ചെയ്യാനുള്ളതും ഒന്ന് ഇപ്പോൾ വറുക്കാനുള്ളതും. ഇനി ഇത് തോരാനായിട്ട് ഒരു ടർക്കി ടവലിൻ്റെ പുറത്ത് ഇടുക. അപ്പോൾ ഇത് ഒരുമാതിരി വെള്ളം തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി 2ആയിട്ട് ഭാഗിക്കുക. നമുക്ക് ഇപ്പോൾ വറുക്കാനുള്ളത് കുറച്ച് ഭാഗം എടുക്കുക. ഇത് നമുക്ക് പ്രിസർവ് ചെയ്യാം. അപ്പോൾ പ്രിസർവ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെക്കുക. ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഫ്രീസറിൽ വെക്കാനുള്ളത് നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കി. ബാക്കി ഇത് നമുക്കിപ്പോൾ വറുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് നമുക്കിത് വറുത്ത് കൊടുക്കാം. അതുപോലെ ഇപ്പോൾ വറുക്കാനുള്ളതിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ, ഇത് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളത് കാരണം 1/2 ടീസ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, ഇനി ഒരിച്ചിരി കുരുമുളക് പൊടി. അപ്പോൾ നമ്മളിത് വെള്ളം ബോയിലിംഗ് വാട്ടറിൽ ഇട്ടപ്പോൾ നല്ലപോലെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. അതും പോരായെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒരെണ്ണം എടുത്ത് കടിച്ച് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇനി ഇടാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇത് വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലിട്ട് വറുത്തെടുക്കുക. ഈ പ്രിസർവ് ചെയ്തിരിക്കുന്നതിനും ബാക്കിയുള്ള പൊടി, കോൺഫ്ലവർ ഇടുന്നതും കുരുമുളക് പൊടി ഇടുന്നതും അരിപ്പൊടി ഇടുന്നതൊക്കെ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇതൊന്നും ഇടാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നേരെ ഫ്രീസറിലോട്ട് വെക്കുക. ഇത് നമുക്ക് വറുക്കാം. അപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് നേരം 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വറുക്കുക. അത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിലാക്കുക. എണ്ണ ചൂടായെന്ന് നോക്കാനായിട്ടൊരു കൊച്ചു കഷ്ണം എണ്ണയിലോട്ടിട്ട് നോക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിട്ട് വറുത്തെടുക്കാം.
ആദ്യം മീഡിയം ഫ്ലെയിമിലായിട്ടിരിക്കുന്നു. ഇതിൽ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നറിയാൻ ഏറ്റവും പറ്റിയ ടൈം ആ 2 മിനിറ്റ് നേരം നമ്മൾ ഉപ്പിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ആ സമയത്ത് ഉപ്പ് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരുമാതിരി ഫ്രൈ നല്ല ക്രിസ്പി ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇത് വെറുതെയും തിന്നാം, വേണമെങ്കിൽ ടൊമാറ്റോ സോസും ഒക്കെ ഇട്ട്. അപ്പോൾ ആരെങ്കിലും ഒരു 4-5 പേര് വിരുന്ന് വന്നാൽ നമുക്ക് പെട്ടെന്നെടുത്ത് ആ ഫ്രീസറിലിരിക്കുന്നത് പെട്ടെന്നെടുത്ത് അതുപോലെ കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇതുപോലെ വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഇത് ഒരു നല്ല വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.